ഹായ് ഹലോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ടി വി ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഞങ്ങൾക്കൊരു ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം വന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി നമ്മളിത് കണ്ടാൽ വിചാരിക്കും പപ്പേനെ അവിടെ അഡ്മിറ്റ് ആക്കിയെന്ന്. എങ്കിലല്ല, അമ്മേനാണ് അവിടെ അഡ്മിറ്റ് ആക്കിയത്. അമ്മയ്ക്ക് ചെറിയൊരു പനിയായിട്ട് ഞങ്ങളവിടെ മെഡിസിറ്റിൽ പോയത്. അപ്പോൾ അഡ്മിറ്റാക്കി. അങ്ങനെ ഞാൻ ഒരു വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ പോയൊരു ചായയൊക്കെ കുടിച്ച് അമ്മയ്ക്ക് കുറച്ച് സ്നാക്സൊക്കെ മേടിച്ചിട്ട് റൂമിൽ വന്നു. 3ാമത്തെ ഫ്ലോറിലായിരുന്നു റൂം വന്നിട്ട്. അപ്പം റൂമൊക്കെ നല്ല റൂമൊക്കെ ആയിരുന്നു. നല്ല സ്പേസ് ഉണ്ടായിരുന്നു. നല്ല ക്ലീൻ ആയിട്ടായിരുന്നു റൂമും ബാത്റൂമും ഒക്കെ ഉണ്ടായിരുന്നത്. നമുക്ക് ഈ വൃത്തി ഭയങ്കര മെയിനായിട്ട് നമ്മൾ നോക്കൂലേ. അപ്പം റൂമൊക്കെ ആ ഒരു കാര്യം വെച്ചിട്ട് നല്ലതായിരുന്നു. ഞാനിങ്ങനെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതായിരുന്നു ജനാല തുറക്കുമ്പോൾ ഉള്ളൊരു വ്യൂ. അടിപൊളിയെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട. നമ്മൾ AC ഇട്ടിട്ടുള്ളത് കൊണ്ട് നമ്മളെപ്പോഴും തുറന്നൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയപ്പോൾ നല്ല വ്യൂ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കുറേ നേരം അവിടെയൊക്കെ നോക്കി നിന്ന്. അപ്പോഴത്തേക്ക് അനിയൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ വിട്ട് ഞാനൊരു ഐസ്ക്രീം വാങ്ങിച്ച് ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇരുന്ന് കുടിച്ച്. എന്നിട്ടൊരു വൈകിട്ടൊക്കെ രാത്രി ആയപ്പോഴത്തേക്കും ഞാൻ വീട്ടിലെത്തിയപ്പോൾ എനിക്ക് ദാ കിടക്കുന്നു എൻ്റെ PR ബോക്സ്. അങ്ങനെ ഞാൻ അതൊക്കെ എടുത്ത് വെച്ച് സന്തോഷിച്ചിരിക്കുമ്പോൾ പിറ്റേ ദിവസം ഞാൻ വന്ന് അമ്മയ്ക്ക് ഒരു ജ്യൂസൊക്കെ മേടിച്ചിട്ട് വന്നു. അപ്പോൾ നമ്മൾ ഡിസ്ചാർജ് ആക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നേരെ വീട്ടിൽ പോകാനായിട്ട്. ഇത് നമ്മുടെ കൊട്ടിയാണേ, കണ്ടാൽ മനസ്സിലാവത്തില്ല. ഇത് കണ്ടാൽ ചിലപ്പം മനസ്സിലാവും, നമ്മുടെ സ്വന്തം ഡ്രീംസ് മാൾ. അങ്ങനെ ഞങ്ങൾ നേരെ പോയി അവിടെ അടുത്തൊരു ഫ്രൂട്ട്സ് കടയിൽ നിന്ന് ഫ്രൂട്ട്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക്. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ ഭയങ്കര മഴ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.